ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈസ്റ്റിനേക്കാളും വളരെ എഫക്റ്റീവായിട്ടുള്ള ഈസ്റ്റ് നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ചുരുക്കം ചില ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഈസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് എന്തെല്ലാം ആവശ്യമാണെന്ന് നോക്കാം. അതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളമല്ല, ഒരു അത്യാവശ്യം നല്ല ചൂടുവെള്ളം വേണം നമുക്ക് വേണ്ടത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ തേനും കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ് കൂടുതൽ നല്ലത്. ഇതെൻ്റെ നല്ല തേനാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അതുവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നല്ല വൃത്തിയുള്ള ഒരു ഉണങ്ങിയ പാത്രം എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് തൈരാണ്. എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഉള്ള തൈര് എടുക്കുക. തണുത്ത തൈര് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ നമ്മൾക്ക് ആ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷുഗറും തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടി പോകാനായിട്ട് പാടില്ല. ഒരു ദോശമാവിൻ്റെയൊക്കെ അയവിൽ വേണം നമ്മളുടെ ബാറ്റർ നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കിയുണ്ട്. നമുക്ക് ഇത്രയും മാത്രം മതിയാവും. ഇതാണ് ഇതിൻ്റെ പാകം. ഈ പാകത്തിൽ വേണം നമ്മുടെ ബാറ്റർ നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് നമ്മൾക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയുടെ അനുസരിച്ച് ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇവിടെ ഇപ്പം നല്ല തണുത്ത ഒരു ക്ലൈമറ്റാണുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ കൂടുതൽ സമയം വേണ്ടി വരും. ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ ഒരു 20 മണിക്കൂർ സമയം മതിയാവും. ക്ലൈമറ്റിനനുസരിച്ച് അതിന് വ്യത്യാസം വരും സമയത്തിൽ. അപ്പം തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചേക്കുക. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ പരിസരത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഏകദേശം 24 മണിക്കൂർ സമയം, ഏകദേശം ഒരു ദിവസം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ചിങ്ങനെ ബബിൾസ് അങ്ങനെ വരും. അതാണ് ഈസ്റ്റ് റെഡിയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ ഈസ്റ്റ് ഇപ്പം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിറച്ചും ഇതുപോലെ ബബിൾസ് ഉണ്ടാവും. അതുപോലെ നമ്മൾക്കിങ്ങനെ കോരി എടുക്കുമ്പോഴും അത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം.
ഇത് നമ്മൾ സാധാരണ മേടിക്കുന്ന ആ ഈസ്റ്റിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് ഈ ഒരു ഫ്രഷായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈസ്റ്റ്. ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ സാധാരണ അപ്പമോ അതുപോലെ ബന്നോ ബ്രെഡോ പിസ്സ ബേസോ കുബൂസോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഈസ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അപ്പമൊക്കെ തയ്യാറാക്കി നോക്കിയിരുന്നു, വളരെ നന്നായിട്ട് വന്നായിരുന്നു. അതുപോലെ ഇത് നമുക്ക് കൂടുതൽ നാളെ നമുക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ടോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടോ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ ഫ്രഷ് ഈസ്റ്റ് നമ്മൾക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു നന്നായിട്ട് നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം, നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. 6 മാസം വരെ നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഫ്രഷ് ഈസ്റ്റ് ഉപയോഗിച്ച് അപ്പത്തിന് വേണ്ടിയുള്ള മാവാണിത്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്കറിയാലോ, ബേക്കറികളിലൊക്കെ കിട്ടുന്ന ബ്രെഡിനും ബന്നിനും ഒക്കെ നല്ലൊരു എക്സ്ട്രാ സോഫ്റ്റ് അല്ലേ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഫ്രഷ് ഈസ്റ്റ് അവർ തന്നെ തയ്യാറാക്കി എടുത്തിട്ടാണ് അവർ ഈ രീതിയിൽ ബ്രെഡും ബന്നും ഒക്കെ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കും വീട്ടിൽ ഇങ്ങനെ ബ്രെഡ് ബന്നും ഒക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സോഫ്റ്റ്നെസ്സിൽ നമുക്ക് തയ്യാറാക്കുവാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു കാണും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കുക. അടുത്ത നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.